ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ടോപ്പിക്കും. നിങ്ങളുടെ NMS എക്സാമിന് വേണ്ടിയിട്ട് NMS എക്സാം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് പറയുന്ന ഒരു സാധനമാണ്, സാറേ മാത്സ് സെറ്റാണ്, മാത്സ് സെറ്റല്ല. മാത്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടായിട്ടുള്ളതും റിപ്പീറ്റ് ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാ, സാറിന്റെ പ്രിഡിക്ഷൻ ഏതാ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രിഡിക്ഷൻ സീരീസ് അല്ലെങ്കിൽ സാറ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. വേഗം ചാനലിൽ പോയിട്ട് നോക്കാം. അടിപൊളിയായിട്ട് ലാസ്റ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പറയുന്ന ഒരു സാധനം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ക്ലാസ്സും ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ ഇടാം. അതോടൊപ്പം തന്നെ ലൈക്കും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും അതുപോലെ തന്നെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ ഉള്ള ഫീഡ്ബാക്കും ആണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഉഷാറായിട്ട് അത് നിങ്ങൾ ചെയ്യാതിരിക്കരുത് കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ. ഏതാണ് ഇന്ന് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം, ഏതാണ് ചോദിക്കല് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ദാ ക്വസ്റ്റ്യൻ. അതിനുമുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 8ാം ക്ലാസ് പബ്ലിക് എക്സാം അവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാത്ത ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് നമ്മുടെ NMS മാത്രം, NMS ഓൾറെഡി ഫ്രീ ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇത് 8ാം ക്ലാസ്സിലെ ടോപ്പിക്സ് ആണ്. 8ാം ക്ലാസ്സിലെ എല്ലാ കാര്യങ്ങളും റിവിഷൻ ബാച്ച് ആയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ റിവിഷൻ ബാച്ച് എന്ന് പറഞ്ഞ ബാച്ചിലൂടെ നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് വെറും 1232 രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ ഒരേ പൊളിയായിട്ട് ഇനിയും അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾ ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വായോ. നമുക്ക് 2 മാസം കൊണ്ട്, 2 മാസം വേണ്ട, പരീക്ഷയ്ക്കകം നമുക്ക് കംപ്ലീറ്റ്ലി റിവൈസ് ചെയ്ത് തീർക്കാം. ഇതുവരെയുള്ള എല്ലാ ടോപ്പിക്സും നമുക്ക് എന്ത് ചെയ്യാം, ചെയ്യാം. അപ്പൊ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തോളാം, ജോയിൻ ചെയ്യാം. ഇതാണ് നമ്പർ. അല്ലെങ്കിൽ സൈലം ലേണിംഗ്സ് ആപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നേരിട്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്താലും മതി. ഒരേ പൊളി. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താ, ക്വസ്റ്റ്യൻ ഇതാണ്. മകളെ ക്വസ്റ്റ്യൻ വായിച്ചോ. 1.5x 1.0 ഈ സാധനമാണ്. ഈ സാധനം ചോദിച്ചിട്ട് ഇവിടെ പറയുന്നതാ, ഇത് ചോദിച്ചിട്ട് ഇത് തരാം, ഇതാണ് ചോദിച്ചത്. ഞാൻ വേണമെങ്കിൽ ഈ സാധനം മാത്രം ഒന്ന് എന്ത് ചെയ്തരാം, അടുത്ത പേജിൽ എഴുതി തരാം അല്ലേ. ഞാൻ അടുത്ത പേജിൽ എഴുതുന്നുണ്ടേ. ഇപ്പൊ ചോദ്യം നോക്കാം. 1.5x സമം എന്ന് പറഞ്ഞാൽ എന്താണ്, 0.00 സോറി ഒരു 0 കൂടി പെടാ y ആണ്. എന്നിട്ട് പറയുകയാണെ, ഇതാണ് ചോദ്യം. ചോദ്യം ഇവിടെ ഇതാ, y-x by y+x. സിമ്പിളാണ്. ഇതെങ്ങനെ ചെയ്യാറിയാടാ മക്കളെ. ഇങ്ങനത്തെ ഒരു ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലായിക്കോ. ഈയുടെ കുഞ്ഞോനെ, ഈയുടെ ഈ 1.5 ശരിക്കും ഇത് ഇയാളുടെ ആളല്ല. ആ എക്സിന്റെ ബാക്കിൽ നിൽക്കുന്ന ഈ 1.5 ഇയാളുടേതല്ല. അയാൾ നേരെ വേറെ ആളുടെ. ആരാ? ഈ വില കിട്ടണമെങ്കിൽ ഈ ആണ്. കണ്ടോ, ഈ വൈന്റെ വിലയാണ് ഈ 1.5. അപ്പൊ എക്സിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. എളുപ്പയ്യാ പറയുന്നത്, ഷോർട്ട് കട്ടാ പറയുന്നത് കേട്ടോ. എളുപ്പയ്യാ പറയുന്നത്, അതായത് എക്സിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ശരിക്കും ആ 1.5 ആരുടെ വിലയാ? വൈൻ്റെതാണ്. അപ്പൊ y = 1.5 കൊടുക്കുക. നേരെ തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. ഇത് 1.5 എക്സിന്റെ ബാക്കിൽ നടക്കുന്നുണ്ട്, വൈന്റെ വിലയാന്ന് പറഞ്ഞു. നേരെ തിരിച്ച് നിങ്ങൾക്ക് പറയാം, ഈ വൈന്റെ ബാക്കിൽ നടക്കുന്ന ഈ 0.05 ആരുടെ വിലയാ? അത് നേരെ ഇപ്പുറത്ത് ആരുടെ വിലയാ? അത് എക്സിന്റെ വിലയാണ്. സത്യം. അതായത് ഇത് നേരെപ്പുറത്ത് എക്സിന്റെ വിലയാണ്. ആര്? ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. അപ്പൊ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. ആ വില അത് കിട്ടുക എന്നുള്ളതാണ് നമ്മളെ ടാസ്ക് അല്ലേ. ഒരേപോലെ ടാസ്ക് ആണ് അല്ലേ. അതായത് എക്സിന്റെ വില, വൈന്റെ വില എന്ന് പറഞ്ഞാൽ ഈ വിലയാണ്, ഇതാ അതാണ്. അതുപോലെ എക്സിന്റെ വില എന്ന് പറഞ്ഞാൽ ഈ വിലയാണ്, അതാണ്. റെഡി ആണോ നിങ്ങൾ? ഇനി ഈ വിലകളൊക്കെ എന്ത് ചെയ്തോളാം, ഇതാ ഈ വൈന്റെ സ്ഥാനത്ത് ഈ വില ഇട്ട് കൊടുക്കാം. അപ്പൊ 1.5 എങ്ങനെ എഴുതണം? 1.5 മൈനസ് എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? 0.005. കണ്ടോ, ഇതിന് പകരം ഇത് കൊടുത്തു. ഞാൻ അടുത്തത് എക്സിന് പകരം എന്ത് കൊടുക്കണം? 0.05 ഡിവൈഡഡ് ബൈ 1.5 പ്ലസ് 0.0. എക്സിന്റെ വില എന്താടാ? ഇതാണ് 0.05. ഇത് ചെയ്താൽ മതി. ഇത് ചെയ്യൽ എങ്ങനെയാ? 2 ഭിന്നസംഖ്യകൾ എങ്ങനെ കൂട്ടുക? നിങ്ങൾക്ക് പറയാം, കുറയ്ക്കലും കൂട്ടലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞാൻ അത് പറഞ്ഞുതരാവേ. കൂട്ട്. അപ്പോൾ ആദ്യം കുറയ്ക്കുക. 1.5 മൈനസ് 0. പോയിന്റിന് നേരത്തായ പോയിന്റ് ഇടാ, 0.5. ഇതാ ഇവിടെ വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. കാര്യം ഇതാ 1.5 ഇത് കുറയ്ക്കണമെങ്കിൽ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചിട്ട് ഇതാണ് കേട്ടോ. എങ്ങനെ ചെയ്യാം? ഇതാ 10 10ൽ 5 5 പോയില്ല 10. അപ്പൊ 4 ഇതാ 10 5 പോയാൽ 5, 4 0 പോയാൽ 4. ദാ പോയിന്റ് നേരെ താഴ്ത്തിടാം 1. ദാറ്റ് ഈസ് 1.45 ബൈ. അതുപോലെ തന്നെ കൂട്ടിയിരിക്കുക താഴത്ത് 1.5 പ്ലസ് 0.05. വേണമെങ്കിൽ ഒരു 0 ഇട്ട് കൂട്ടാം. 5 5 0 5
1.55. അപ്പൊ ഇത് കൂട്ടുമ്പോൾ നമുക്ക് 1.55ഉം കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെ കൂട്ടാൻ 2 ഡെസിമൽ നമ്പേഴ്സിനൊക്കെ കൂട്ടാൻ അറിയോടാ. പോയിന്റുകൾ നേരെ താഴത്ത് തന്നെ ഇടുക. ഇതാണ് ഐഡിയ കേട്ടോ. ഓക്കെ, 10 0 പോവില്ല, അതും 10 5 4 ഒക്കെ നിങ്ങൾ ചെയ്യാട്ടോ. ഇത് പക്ഷെ ഓപ്ഷൻ ഇല്ലല്ലോ, പക്ഷെ ഇതും ഇല്ല. മകളെ മനസ്സിലാക്കിക്കോ, ഇവിടെ പോയിന്റ് 2 സ്ഥാനം മുന്നേ അല്ലേ, ഇവിടെയും 2 സ്ഥാനം മുന്നേ അല്ലേ. അതുകൊണ്ട് 2 പൂജ്യമുള്ള 100 കൊണ്ട് ഇവിടെയും ഗുണിക്കുക. എന്തിനാ ഗുണിക്കുന്നറിയോ? 2 പൂജ്യമുള്ള 100 കൊണ്ടാണ് ഗുണിക്കേണ്ടത് എങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഈ പോയിന്റ് അങ്ങോട്ട് പോയി പോവും. അപ്പൊ എത്ര വരും? 145/155. ഓക്കെ, റെഡി ആണോ? അപ്പൊ 145/155. ഓക്കെ, ഈ ഓപ്ഷൻ എന്തായാലും ഓപ്ഷൻ ഇല്ല അല്ലെ, ഇത് ചെറുതാക്കണം. അപ്പൊ ഇത് ചെറുതാക്കിയ ഓപ്ഷൻ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇതൊന്ന് ചെറുതാക്കി നോക്കി. എങ്ങനെ ചെറുതാക്കുക? ഈ 145ഉം 55ഉം എത്രേന്റെ ഗുണിതാടാ? 5ന്റെ അല്ലേ. 145ൽ 5 29 എണ്ണം ഉണ്ട് കേട്ടോ. അതേ 5 155ലോ 31 എണ്ണം ഉണ്ട്. ഇതാണ് ആൻസർ. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി ആൻസർ 29/31. 29/31. ആൻസർ ഓപ്ഷൻ ബി. റെഡി ആണോ നിങ്ങൾ? ഈ ഐഡിയ കത്തിയോ നമുക്ക്? ഞാനൊരു ചോദ്യം കൂടെ തരാം. ഇത് 2 കൊല്ലം ചോദിച്ചതാണ്. ഇത് പോയിന്റ്, 1 കൊല്ലം പോയിന്റ് ആണ് ചോദിച്ചത്, 1 കൊല്ലം പോയിന്റ് ഇല്ലാത്ത ചോദ്യമാണ്. ഞാൻ ചോദ്യം എഴുതി തരാം. ചോദ്യം ഇങ്ങനെയാണ്: 5x, ഇതുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു, 4y. എന്നിട്ട് അവർ പറയാണ്, ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം കേട്ടോ. എന്നിട്ട് അവർ പറയാണ് y മൈനസ് എക്സ് ബൈ y പ്ലസ് എക്സ്. സിമ്പിളാ. ആ എക്സിന്റെ വൈന്റെ വിലകൾ അവിടേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ സെറ്റ് ആണ്. ഇതാ കണ്ടോ, എക്സിന് നിങ്ങൾ ഏത് കൊടുക്കണം? എക്സിന് ഈ 4 കൊടുക്കണം. കാര്യം ഈ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ സംഖ്യയാണ്. അപ്പൊ എക്സ് ഇക്വൽ ടു 4 ആണ്. നേരെ തിരിച്ച് ഈ y എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ 5 ആണ്. y ഇക്വൽ ടു നേരെ തിരിച്ച് 5 ആണ്. ഇതാണ് പരിപാടി. അപ്പൊ ഈ എക്സ് ആയ നമ്പർ y ആയ നമ്പർ കൊടുക്ക്. ഇത് 5 കൊടുക്കുന്നു, ഇത് 4 കൊടുക്കുന്നു. അപ്പൊ എങ്ങനെ വരും ഇത്? പറ വേഗം ഒന്ന് പറഞ്ഞേ. കണ്ടോ, ഇവിടെ പറഞ്ഞേ വൈന് പകരം നിങ്ങൾ എത്ര കൊടുക്കുക? 5. അപ്പൊ 5 മൈനസ് എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? 4. 5 മൈനസ് 4 ബൈ താഴത്ത് അതേപോലെ 5 പ്ലസ് 4. 5ന്ന് 4 കുറച്ചാൽ 1 ആണ്. 5ഉം 4ഉം കൂട്ടിയാൽ 9 ആണ്. ഇത് ഓപ്ഷൻ ഉണ്ടാവും. ഇതേ നമ്മുടെ ഉത്തരം 1/4. ആൻസർ സെറ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരേ ഒരു ലോജിക് ഇസ് വെരി സിമ്പിൾ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ആയിരിക്കും, y എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്പർ ആയിരിക്കും. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ത് ചെയ്തോളാം? ഇട്ടോളാം. മാറ്റിയിട്ടിട്ട് ഇവിടെ ചെയ്തോളാം. അപ്പൊ 5 മൈനസ് 4, 5 പ്ലസ് 4 ഒരേപോലെ. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ സാറിന്റെ ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് ഇട്ടേ. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ച് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായിട്ട് സാറോടൊക്കെ പറയണം. ഒരു പരീക്ഷ, ഈ NMS എക്സാം നിങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഫുൾ പരീക്ഷ, ഫുൾ എക്സാം, ഫുൾ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്താണ്ട് ഒരു കുട്ടി പോലും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങരുത് കേട്ടോ. അപ്പം എക്സാം കഴിഞ്ഞാൽ സാർക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ മതി. ഇതാണ് സാറിന്റെ Instagram ID. ആ ID സാറിന് മെസ്സേജ് അയച്ച് പറയാം. ഒരേ പൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് ഓഫറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓഫറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഇതാണ് ഓഫർ. ഈ ബാച്ചിൽ ഇനിയും ചേരാൻ താല്പര്യമുള്ള ഒരുപാട് കുട്ടികൾ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത്, ഇനി സമയമില്ല. ഇനിയും നിങ്ങൾ വൈകിയാൽ ഉറപ്പായിട്ടും അതിനുള്ള പണി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇത്രയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എന്തുണ്ട്? നമ്മൾ സൈലം തരുന്നുണ്ട്. അതും ജസ്റ്റ് 1232 എന്ന് പറയുന്ന ചെറിയൊരു സംഖ്യക്ക്. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരേ പൊളിയായിട്ട് ഇതുപോലത്തെ ക്ലാസ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് അടിച്ചു വെക്കുക. അതോടൊപ്പം തന്നെ താഴെ കമന്റ് സെക്ഷനിൽ നല്ലൊരു ഫീഡ്ബാക്ക് ഇട്ടേ. ഞാൻ വീണ്ടും ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. ഉഷാറാക്കിയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് തരും. ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും എക്സാം കഴിഞ്ഞ് പറയാനും മറക്കണ്ട. ഒരേ പൊളി മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിജയ് സൈനിങ് ഓഫ്. ബൈ.